90% ബൂത്തുകളിലും ഞാൻ ചെന്നു, വർക്കേഴ്സിനെ കണ്ടു, അവരുടെ അഭിപ്രായങ്ങൾ തേടി. അതിന് ശേഷമാണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത്. പിന്നെ എല്ലാ പഞ്ചായത്തുകളും ലീഡ് ചെയ്യും, നല്ല ലീഡായിരിക്കും. മാത്രമല്ല ഒരു ചരിത്ര ഭൂരിപക്ഷം ഉണ്ടാവും. നല്ല പോളിംഗ് പെർസെൻറ്റേജ് ഉണ്ട്. പോളിംഗ് പെർസെൻറ്റേജ് ഒരു 75-നോടടുക്കും, 75-ഓടടുക്കും. 2700 ഭൂരിപക്ഷം ഉണ്ടായ സമയത്ത് തന്നെ അമരമ്പലം പഞ്ചായത്ത് LDF-നൊപ്പം നിന്നൊരു സ്ഥലമാണ്. 1400-ഓളം ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഇത്തവണ എങ്ങനെയാണ്? ഞാൻ ഇന്നത്തെ കാര്യമാണല്ലോ പറഞ്ഞത്. ഇന്നത്തെ കാര്യം ഞാൻ പറയുന്നത്, ഇത് തൃക്കാക്കര പോലെ, പുതുപ്പള്ളി പോലെ, പാലക്കാട് പോലെ ഒരു ചരിത്ര വിജയം UDF-ന് ലഭിക്കും. EV പ്രകാശിൻ്റെ കുടുംബം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു ആത്മവിശ്വാസം ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞല്ലോ, എത്ര ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും UDF വോട്ടിനകത്തൊരു വിള്ളലുണ്ടാക്കാൻ നിങ്ങൾ ആര് ശ്രമിച്ചാലും കഴിയില്ല. ഒരു അവസാനത്തെ കണക്കൂട്ടൽ എത്രത്തോളം ഭൂരിപക്ഷം ഉണ്ടാവും എന്ന് കണക്ക് പറയാൻ പറ്റും? ചരിത്ര ഭൂരിപക്ഷം കൃത്യമായി കണക്കിലേക്ക് പോകുന്നില്ല ഇപ്പം. അല്ല, ഞാൻ അങ്ങനെ ഒരു എണ്ണിക്കണക്ക് പറയാറില്ല. ചരിത്ര ഭൂരിപക്ഷം, അതിൻ്റെ എല്ലാ പോസിറ്റീവ് സയൻസും എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ.